ആ പറഞ്ഞോടി. ഇനി വിളിച്ചോ? എനിക്ക് വയ്യ എന്റെ ദൈവമേ. ഞാനറിയോ ഇത് ഭരണം മാറുന്നു. നീ ഒരു കാര്യം ചെയ്യ്, ഇനി വിളിച്ചെടുക്കണ്ട. ആ നമ്പറാണെങ്കിൽ എടുക്കണ്ട, വെച്ചേക്ക്. ഞാൻ ഇനി അഥവാ വിളിച്ചെടുത്താ ഞാനിവിടെ ഇല്ലാന്ന് പറ. ഓക്കെ 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 ശരി. ഈടോ ഇത് പുലിവാലായല്ലോ. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ പാർട്ടിക്കാരിട്ട് ലോക്കപ്പിലിട്ട് നല്ലോണം കുത്തിയില്ലേ? നല്ല കുത്താ നമ്മൾ കുത്തിയത്. നീയൊക്കെ എമ്മാതിരി അടിയാണ് അടിച്ചത്. ഇപ്പൊ ഭരണം മാറി വന്നു, അവന്മാര് എന്റെ വീടിന് ചുറ്റി നടക്കുക. എനിക്ക് പുറത്തിറങ്ങാൻ പേടിയാ. സ്റ്റേഷൻ നമ്പറിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ. എന്താ നമ്മൾ ചെയ്യനി? അതൊക്കെ പോട്ടെ. ഞാൻ വരുമ്പോഴേ ഒരു കറുത്ത് കരിവാളിച്ചിട്ട് ഒരു ചങ്ങായി കുറെ നേരമല്ല അവിടെ ഇരിക്കുന്നത്. അവനേതാ? അത് മറിയമുഖത്തെ ടീമാണ്. ഓ സമാധാനം. ഞാൻ മറ്റേ പാർട്ടിക്കാരനെ വിചാരിച്ചു. ഒരു കാര്യം വിളിക്ക്. വലിയ കേസാണ് സാറേ അത്. വിളിക്ക്, ചോദിക്ക എന്താ നോക്കണ്ടേ. നീ പാർട്ടിക്കാരനൊന്നല്ലോ? അല്ല സാറേ. പിന്നെ എന്റെ കോഴീനെ കാണല്ല. ഉണ്ടായിച്ചിട്ടോ. ആഹാ, മര്യാദ അല്ലാതെയാണോ സംസാരിക്കുന്നത്? എനിക്ക് എന്റെ കോഴീനെ കാണില്ല. കോഴിനെ കാണില്ല? കോഴിനെ കാണില്ല, അതിന് ഇവിടെ എന്താ പ്രശ്നം? സാറേ ഞാൻ ആറ്റി നോക്കിയിട്ട് ഉണ്ടാക്കിയ കോഴി. ഞാനും ആ കോഴി തമ്മിൽ ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു കോഴിയാണ്. കോഴി കോഴി ഞാനും സാനുദ്ദേശ ബന്ധമല്ല. പിന്നെ അത് ഞാനും കോഴി തമ്മിൽ ഒരു ഭയങ്കര ഒരു കോഴി ബന്ധം. അതാ ഞാൻ ചോദിക്കുന്നത്, മറ്റേ ബന്ധാണോന്ന്. അല്ല സാറേ, ഒരു കോഴി തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് സാറേ. പക്ഷെ അതിന് കാണാനല്ല. അതുകൊണ്ട് സാറേ അതിന് എങ്ങനെയും ഒന്ന് കണ്ടെത്തി തരണം. എടാ ഞാൻ ഒരുപാട് ബന്ധങ്ങൾ കേട്ടിട്ടുണ്ട്. അച്ഛനും അമ്മയും തമ്മിൽ ബന്ധം, ഭാര്യയും ഭർത്താവിൽ ബന്ധം, മകനും അച്ഛനും തമ്മിൽ ബന്ധം. ഇത് കോഴി ബന്ധം എന്ന് പറഞ്ഞാൽ എന്ത് ബന്ധമാണോ? സാറിന് അത് പറഞ്ഞാൽ മനസ്സിലാവാൻ സാറേ. എനിക്ക് പറഞ്ഞ മനസ്സിലാവുന്ന ഞാൻ എന്താ പൊട്ടനാണോ സാറേ? അതല്ല സാറേ. പിന്നെ അതാ നീ ഉദ്ദേശിച്ച? സാറേ ഞാൻ ആ കോഴി ഞാൻ ഭയങ്കര ബന്ധ ഒന്നിച്ചാണ് കടന്നുറങ്ങല്. രാവിലെ ആ കോഴി എന്തെങ്കിലും കഴിച്ചാലേ ഞാൻ കഴിക്കുള്ളൂ, ഞാൻ എന്തെങ്കിലും കഴിച്ചാലേ അത് കഴിക്കുള്ളൂ. അതുകൊണ്ട് സാറേ എങ്ങനെയൊക്കെ കണ്ടെത്തി തരണം സാറേ. അല്ല നിനക്ക് ആരെയും സംശയം ഉണ്ടോ? സാറേ എനിക്കൊരാള് സംശയമുണ്ട് സാറേ. സംശയം പറയുമ്പോ ശ്രദ്ധിച്ച് പറയണം. ആരെയും വിളിച്ച് സംശയം പറയാൻ പാടില്ല. ഇല്ല സാറേ, ഒരാളെ എനിക്ക് സംശയമുണ്ട്. എപ്പോഴും ചറപറാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അയാളിപ്പോ എന്നെ കണ്ടോ മിണ്ടുന്നില്ല. ആരാണത്? കുഞ്ഞുമണി എന്ന് പറഞ്ഞ ഒരാളാണ്. കുഞ്ഞുമണിയൊക്കെ നിനക്കറിയണോ? ഒരവിടെ ഉള്ളത് തന്നെ. സാറിനറിയാം. സാറ് കണ്ടിട്ടുള്ള ആളാണ്. അയാളിപ്പോ ഒന്നും മിണ്ടുന്നില്ല. അല്ല നിങ്ങളെ സ്ഥലത്തിനെ കുറിച്ച് നമുക്ക് കേട്ടു. നിങ്ങളൊരു തരികട ടീമാണ്, അതുകൊണ്ടാ ചോദിക്കാം. സാറേ ഞങ്ങൾ തരികടയാണെങ്കിലും ഇങ്ങനത്തെ കാര്യത്തിനൊന്നും തരികടല്ല സാറേ. എന്തായാലും സാറേ സാറ് അന്വേഷിച്ചു ഒന്ന് കണ്ടെത്തി തരാം സാറേ. അതെ, കോഴിയും ഉള്ളി അങ്ങനെ അത്ര ബന്ധാന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഒന്ന് നോക്കാറാ. നോക്കാം സാർ. വലിയ കേസാണ് സാറേ. ആണല്ലേ? അല്ല സാർ ഒന്നും പാർട്ടിക്കാരും വരും അവിടെ. സാർ അങ്ങനെ ഒരു പാർട്ടിക്കാരൊന്നും കയറുന്ന സ്ഥലമല്ല അത്. സാർ എന്തെങ്കിലും വന്നിട്ടുണ്ട്. ശരി നോക്കാം നമുക്ക്. വണ്ടി എടുക്ക. എവിടെയാണോ വീട്? സാർ ഇച്ചിരി കൂടി പോയാൽ മതി സാർ. നീ കുറെ നേരം ഇച്ചിരി ഇച്ചിരി എന്ന് പറയാൻ തുടങ്ങി. സാർ കുറച്ചുകൂടി വണ്ടി വരാത്തോണ്ടല്ലേ, അതാണ് ആ പാലം പോയതുകൊണ്ടാണ്. അപ്പോഴേ ഞാൻ വിചാരിച്ച ഇതൊരു വള്ളിക്കെട്ട് പിടിക്കുന്നു. ഇല്ല സാർ ഇപ്പൊ സാറേ ഇതാണ് സാർ ആ വീട്. ഇതാണോ? ആ ഇതാണ് ആ വീട്. ഞാൻ വിളിച്ചിട്ടോ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം പറഞ്ഞത്? നിനക്കെന്താ? ഇവിടെ ചെറിയൊരു കളവ് കേസ് ഉണ്ട്, അത് അന്വേഷിക്കാൻ വന്നാ. ഇതാണ് സാറേ സാറ് സാർ ഇയാളാണ് കുഞ്ഞുമണിക്ക. ഇയാളാണ് കുഞ്ഞുമണി? ആ ഇയാൾ തന്നെ. ഇയാളാണ് കോഴി കെട്ടുന്ന? എന്റെ കോഴിനെ കെട്ട ഇയാളാണ്. എന്താ നിനക്ക് ഉറപ്പ്? എനിക്ക് ഉറപ്പാ ഇയാളത് ചെയ്യുള്ളൂ. ഇയാളെ കോഴിനെ കണ്ടിരുന്നോ? കേട്ടോ സാറേ മുണ്ടെന്ന് നോക്ക് സാറേ. എടാ തന്റെ പേരെന്താണ്? തന്റെ പേരെന്താണോ ചോദിക്കും? പറഞ്ഞു കൊടുക്കണ. നീ മുണ്ടുണ്ടോ? പേര് പറഞ്ഞു കൊടുക്കണ. കാക്കയാണ് പോലും കുഞ്ഞുമണിയൊക്കെ. മുണ്ട് നോക്ക്. നീ ഇയാളെ കോഴിനെ കേട്ടോ? സാർ ഇയാളെ എടോ താൻ ഇയാളെ കോഴിനെ കേട്ടോ? നിന്റെ വായന എന്താണോ? ഇവിടെ സത്യം അയാൾ പറഞ്ഞോട്ടോ നീ കോഴി കെട്ടുന്ന. സാർ മിണ്ടുന്നു നോക്ക്, മിണ്ടുന്നു നോക്ക്. ഈ ചറപറ സംസാരിക്കുന്ന ആളാണ് ഇയാള്. ഇയാൾ മിണ്ടുന്നു നോക്ക്. ഒറ്റ ഒന്ന് കൊടുക്ക് സാറേ. സത്യം സത്യം ഇങ്ങോട്ട് വരും. ഇയാൾ പെരുങ്കള്ളനാണ് സാറേ. അതെന്തോ നീ പറയണേ? സാർ ഇയാളുണ്ടല്ലോ, ഞാനൊരു സാധാ കൂലിപ്പണിക്കാരനാ സാറേ. ഞാൻ ഈ മറത്തി കെട്ടിയിട്ടൊക്കെയാണ് ഞാൻ ഭാര്യക്ക് കുളിക്കാറ്. ഭയങ്കര എത്തിനോട്ടാ. ഇയാൾ കോഴിത്തരം കൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ കടം വാങ്ങി അയൽക്കൂട്ടത്തിൽ ലോൺ എടുത്തിട്ട് ഒരു ബാത്റൂം കെട്ടി. അതുകൊണ്ട് തന്നെ എനിക്ക് ഇയാൾ സംശയം. ഇയാൾ പക്ക കോഴിയാ, ഉറപ്പാണ്. ഇയാൾ വിടരുത്. അയാൾ കോഴി ആയതുകൊണ്ട് നിന്റെ കോഴിനെ കക്കണം എന്താണോ ഉറപ്പ്? സാറേ അയാൾ സ്വഭാവം അങ്ങനെയാണ്, അതുകൊണ്ട് ഇയാൾ എന്നെ എടുക്കുള്ളേ. എടോ താൻ ഇയാളെ കോഴിനെ കേട്ടോ? സാറെ മുണ്ടുണ്ട് നോക്ക്. സാർ ഒന്ന് ചെള്ളക്ക് പൊട്ടിക്ക് സാറേ. ഒന്ന് പൊട്ടിക്കണോ? പൊട്ടിക്ക് സാറേ. മര്യാദക്ക് എടുത്തുക്കണമെങ്കിൽ സമ്മതിച്ചോളെ.
സാറ് ഇടിക്കാൻ തുടങ്ങിയാണ്ടല്ലോ നിന്റെ പരിപ്പ് അയാൾ എടുക്കും. പറഞ്ഞോ ഇല്ലെങ്കിൽ കിട്ടും. നീ ഇവിടെ കോയിനെടുത്തോ. ഞാൻ ചോദിക്കണ്ട, നീ മിണ്ടോ? ഞാൻ ചോദിക്കണ്ട. പറ. ഒന്നു സാറേ രാവിലെ പോയി പല്ല് പറിച്ചതാ, ഫോണൊക്കെ തരിച്ചിക്ക. ഞാൻ ഓന്റെ കോഴി നിർത്തില്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടാത്തത്. സാർ അപ്പൊ എന്റെ കോഴി അപ്പൊ നീ കോഴി എടുത്തല്ലോ? ഞാൻ എടുത്തില്ല. അപ്പൊ എന്റെ കോഴിയിൽ ആരെ കൊണ്ടത്? അതാ സാറേ അവന്റെ കോഴി, അതാ. പറയും പോലെ അവിടെ കോഴി ഉണ്ടല്ലോ. സാറേ എന്റെ കോഴി അതാണോ തന്റെ കോഴി? ആ ഈ കോഴിയല്ലേ നീ കാണാനില്ലെന്ന് പറഞ്ഞു? സാറേ ഒരു അബദ്ധം പറ്റിയതാ. നീയല്ലേ പറഞ്ഞു ഭയങ്കര കോഴിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ആ കോഴി എങ്ങനെ അബദ്ധം പറ്റാ? കോഴി അവിടെ ഉണ്ടല്ലോ. സാറ് നല്ല കോഴിയാണ്. അപ്പൊ ഞങ്ങൾ എന്താ മെനക്കെടുത്താൻ വേണ്ടി പറഞ്ഞാണോ? സാറേ ഇവനാണ് കോഴി. ഓന്റെ കോഴി കോളനി മീവൻ കറക്കി ഇറക്കല. അതുപോലെ രാത്രിയായ ഓനെ തന്നെ പണി, കോളനി മീവൻ കറക്കി ഇറക്കല്. താൻ കോഴിയാണോടാ? ഇല്ല സാറേ. ആഹാ നീയാണല്ലേ രാത്രിയൊക്കെ വന്നാണ് കഥകിനെ മുട്ട ആള്? ഓൻ തന്നെ ഇക്കാറ്. ഇവൻ പെരുങ്കള്ളനാണ് സാറേ. ആണോടാ? അറസ്റ്റ് ചെയ്യും സാറേ അവനെ. അത് ശരി. അപ്പൊ താനാണല്ലേ കള്ളൻ? താനും ഏതായാലും കോഴിന്റെ കേസ് കൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു കേസ് പിടിക്കാനായി. പിടിച്ച് അറസ്റ്റ് ചെയ്യണേ. കൊടുക്കി സാറേ, കൊടുക്കി, നല്ല കൊടുക്കി.